ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു ലെമൺ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊരു സ്പെഷ്യൽ ലെമൺ ജ്യൂസാണ് കേട്ടോ. പാല് പോലത്തെ നിറമുള്ള ലെമൺ ജ്യൂസാണ്. ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ ഇതുപോലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇപ്പോൾ നോമ്പൊക്കെ അല്ല വരുന്നത്, അപ്പോൾ നോമ്പ് തുറന്ന സമയത്തും പിന്നെ വെയിൽ കാലത്തൊക്കെ തയ്യാറാക്കി കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. ഈ ഒരു ജ്യൂസ് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചി മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ്സിനുള്ള ജ്യൂസാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. പിന്നെ വേണ്ടത് ചെറിയൊരു കഷ്ണം പച്ചമുളകാണ്. ഒരു പച്ചമുളകിൻ്റെ അതിൻ്റെ മുനഭാഗം ഉണ്ടാവില്ല, ആ ഒരു ഭാഗത്തുനിന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു ഡ്രിങ്കിന് ഒട്ടും എരിവൊന്നും കാണില്ല കേട്ടോ. പച്ചമുളകിൻ്റെ ആ ഒരു ഫ്ലേവർ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഞാനിവിടെ ഒരു ലെമൺ എടുത്തിട്ടുണ്ട്. വലിയൊരു ലെമണാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും ആവശ്യം വരില്ല കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ജ്യൂസ് തയ്യാറാക്കിയിട്ട് എടുക്കാം. നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ലെമൺ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതൊരു ചെറിയൊരു കഷ്ണം മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്താലും മതി കേട്ടോ. അത് നമുക്ക് മിക്സി ജാറിലേക്ക് ജ്യൂസ് അടിക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ കൂടി പോവരുത്. കൂടി പോയിട്ടുണ്ടെങ്കിൽ കയ്പ്പ് രസം വരും കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ആ ഒരു ഇഞ്ചി കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ നമുക്കിത് അരച്ചെടുക്കാനൊക്കെ ആയിട്ട് ഈസി ആയിട്ടുണ്ടാവും കേട്ടോ. വലിയ കഷ്ണമായിട്ട് കിടക്കുമ്പോൾ ഇങ്ങനെ അരയാണ്ടൊക്കെ കൊടുക്കും. അപ്പോൾ ചെറുതാക്കിയിട്ടൊന്ന് ഇഞ്ചി കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജ്യൂസ് അടിക്കുന്ന ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നാരങ്ങ കഷ്ണം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു നാരങ്ങ ഞാൻ വീണ്ടും ഒന്നുകൂടെ കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അധികം വേണ്ടാന്ന് കരുതിയിട്ടാണ്. പിന്നെ നമ്മൾ ലെമൺ എടുക്കുന്ന സമയത്ത് നല്ലോണം പഴുത്തിട്ടുള്ള ലെമൺ എടുക്കണം. പച്ചയായിട്ടുള്ള തൊലിയൊക്കെ പച്ചയായിട്ടുള്ള ലെമൺ ഉണ്ടാവില്ല, അങ്ങനെ ആകുമ്പോൾ കയ്പ്പ് രസം കൂടും. പിന്നെ ലെമൺ ഇട്ട് കൊടുക്കുമ്പോൾ കുരുവൊന്നും ഇല്ലാണ്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചി കഷ്ണങ്ങളും പിന്നെ ആ ഒരു പച്ചമുളകിൻ്റെ കഷ്ണം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഈ ഒരു തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലാണ് ഈ ഒരു ജ്യൂസിന് ആ ഒരു പാല് പോലുള്ള നിറം കിട്ടുക. ഞാനിവിടെ 1/2 കപ്പോളം നാളികേരം ചിരകിയതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ്സോളം ജ്യൂസാണ് തയ്യാറാക്കിയിട്ട് എടുക്കണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ 1/2 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മധുരത്തിനൊക്കെ അനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് നോക്കിയിട്ട് കുറവാണെങ്കിലൊക്കെ ഇട്ട് കൊടുക്കാമല്ലോ. പിന്നെ ഇതിലോട്ട് ഞാൻ ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടി പോകുന്നൊന്നും ചെയ്യരുത്, വളരെ കുറച്ച് മാത്രം മതി. ഒരേ ഒരു നുള്ള് മാത്രം ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാനിവിടെ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ലെമൺ ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിലാണ് ലെമൺ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ബാക്കിയുള്ള 1.5 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് വീണ്ടും ഒന്നും കൂടെ അടിച്ചെടുക്കാം. അധികം തണുപ്പില്ലാത്ത വെള്ളമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമ്മൾ വീണ്ടും ഐസ് ക്യൂബൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നല്ല തണുപ്പായിട്ടുണ്ടാവും. അപ്പോൾ ചെറിയൊരു തണുപ്പുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ നല്ലോണം തന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് അരിച്ചെടുത്ത് തന്നെ വേണം കേട്ടോ കുടിക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്കിത് കുടിക്കാനായിട്ട് പറ്റില്ല. ഇതിൽ നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം തേങ്ങയുടെ ആ ഒരു തരിയൊക്കെ ഉണ്ടാവും കേട്ടോ, തേങ്ങയുടെ പീരൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. പിന്നെ ഒരു കാര്യം, നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ലൈക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് വീഡിയോസൊക്കെ ഒന്ന് മുന്നോട്ട് പോവുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കാനും കൂടെ മറക്കരുത്. ഇതിപ്പോൾ ഞാനിവിടെ നല്ലോണം തന്നെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാല് പോലെ നിറത്തിലുള്ള ഈ ഒരു ലെമൺ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽ പോലുള്ളൊരു ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ലെമൺ ജ്യൂസ് തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്